welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് വൈറ്റ് ഷൂസ് എങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുമായിരിക്കും വണ്ടിയൊക്കെ പോണത്. എൻ്റെ വീട് റോഡ് സൈഡിലാണ്. ഇപ്പം ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ശബ്ദവും കാര്യങ്ങളൊക്കെ പ്ലീസ് നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറ്റ് ഷൂസ് ക്ലീനിങ് ആണ്. അതും രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് രണ്ട് മെത്തേഡിലാണ് നമ്മളിന്ന് ഈ ഷൂസ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടി വരും, അതും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടാൻ നേരത്തെ ഫസ്റ്റ് വന്ന് മിസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ വൈറ്റ് ഷൂ ക്ലീനിങ് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ഷൂസ് ആണെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ലേസ് ഊരി മാറ്റണം. ഈ പെയറിന്റെ രണ്ട് ഷൂസിന്റെ ലേസ് നന്നായിട്ട് ഊരി മാറ്റണം. എന്നിട്ട് മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്ത് തുടങ്ങുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഷൂ ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത്. ഇത് നമ്മളുടെ ബേബി വെറ്റ് വൈപ്സ് ആണ്. ഇപ്പൊ പിള്ളേരെയൊക്കെ തുടപ്പിക്കാനൊക്കെ എടുക്കുന്ന വെറ്റ് വൈപ്സ് ആണിത്. പിന്നെ ഇത് ഡെറ്റോളിന്റെ ഹാൻഡ് സാനിറ്റൈസർ ആണിത്. നമ്മൾ ഈ രോഗികളെയൊക്കെ പരിചരിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൈ വൃത്തിയാക്കി വെക്കണം എന്ന് ആഗ്രഹമുള്ളവര് ജസ്റ്റ് ഇത് ഡ്രോപ്പ് വെച്ചിട്ട് കൈ ക്ലീൻ ചെയ്യുന്ന ഹാൻഡ് സാനിറ്റൈസർ ആണിത്. ഡെറ്റോളിന്റെ ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബൗളില് വെള്ളവും പിന്നെ നമ്മളുടെ ഹാൻഡ് വാഷും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് ഈ ബൗളിലുള്ളത്. പിന്നെ നമ്മളുടെ സാധാരണ ടൂത്ത് ബ്രഷ് ആണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ചെളിയായിട്ടുള്ള ഒരു ഷൂസും. അത്രയാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ഷൂസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വൈറ്റ് ഷൂസിൽ നിന്ന് ഈ ലേസ് റിമൂവ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ലേസ് രണ്ട് ഷൂസിൽ നിന്നും അഴിച്ചെടുത്തു. ഇനി നമ്മൾ ഇവിടെ ഹാൻഡ് വാഷ് കലക്കി വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് ബൗളില്, അതിലേക്ക് ഡിപ്പ് ചെയ്ത് ഇടുക. ഇങ്ങനെ ഫുൾ ആ ഒരു വെള്ളത്തിലേക്ക് വീഴണം. നമ്മളിപ്പോ ഈ തുണിയൊക്കെ സർഫിൽ മുക്കി വെക്കില്ലേ, അതുപോലെ തന്നെ ഈ ഹാൻഡ് വാഷില് ഈ ലേസ് ഇങ്ങനെ മുക്കി വെക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ബാക്കി ഷൂസ് അത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഉള്ളിൽ നിന്ന് അഴുക്കൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കിനി ഷൂസിലേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പൊ ഇവിടെ നമ്മൾ ലേസ് ഒക്കെ അഴിച്ച് നമ്മുടെ ഷൂസിനെ സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഹാൻഡ് സാനിറ്റൈസർ, ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്ന ഡെറ്റോളിന്റെ ഹാൻഡ് സാനിറ്റൈസർ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് സാനിറ്റൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാനത് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാണ്. ഇത് എന്നിട്ട് നമുക്ക് ഒരു വേസ്റ്റ് തുണി എടുക്കുക. ഇതിപ്പോ വൈറ്റ് പോലത്തെ ഒരു ക്രീം കളർ വേസ്റ്റ് തുണിയാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്നിങ്ങനെ ഇതായി കൊടുക്കുക. ഇത് കണ്ടോ, ഞാൻ ഫസ്റ്റ് ഡ്രോപ്പ് ഹാൻഡ് സാനിറ്റൈസർ ഇട്ടപ്പോൾ തന്നെയുള്ള വ്യത്യാസം കണ്ടോ നിങ്ങള്? ഇവിടെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ തുടച്ചു കൊടുക്കാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ ഒരു ഭാഗം ചെയ്തതും ഇതിന്റെയും കൂടി വ്യത്യാസം കണ്ടോ നിങ്ങള്? അപ്പൊ ഇങ്ങനെ കട്ട പിടിച്ച കഴുക്ക് നിപ്പുണ്ടെങ്കിൽ ആ ജസ്റ്റ് ഈ ബ്രഷ് വെച്ചൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടോ, അങ്ങ് പോയിക്കോളും. എപ്പോഴും ചെളി കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അടിവശം വൃത്തിയാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് അഴുക്ക് വരും. അവിടെയൊക്കെ ഇത്തിരി കൂടുതലായിട്ട് ഹാൻഡ് സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം മാത്രം നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് വേണം ഒന്ന് ഇതാക്കാനായിട്ട്. ഇടയിലൊക്കെ ഇപ്പൊ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുന്നത് വഴി അത് പോയി കിട്ടും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഒരു ഷൂസ് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, അടിവശം വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. ഈ പോർഷൻ മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ, ഈ കാണുന്ന വശം. ഇപ്പൊ ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് അഴുക്കുള്ള ഷൂസും ഇത് ഫുൾ വൃത്തിയാക്കിയ ഷൂസും ആണിത്. ഇത് നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടാണ് നമ്മളിത് വൃത്തിയാക്കിയത്. അപ്പൊ ഇനി അടുത്ത ഷൂസ് നമുക്ക് ബേബി വെറ്റ് വൈപ്സ് വെച്ചിട്ട് വേണം നമുക്കിത് വൃത്തിയാക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ വെറ്റ് വൈപ്സിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പാമ്പേഴ്സിന്റെ വെറ്റ് വൈപ്സ് ആണ്. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ആ ഒരു സ്റ്റോറിൽ പോയപ്പോൾ കിട്ടിയത് ഈ ഒരു വൈപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ ഇനി ഈ വൈപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷൂസ് വൃത്തിയാക്കാൻ പോകുന്നത്.
അപ്പോൾ നമുക്കിനി ഈ ഒരു ബെഡ് വൈപ്സ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ ഷൂസ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു സാനിറ്റൈസറിനെക്കാളും എളുപ്പം ഈ ഒരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുണ്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക മൊത്തം. ഇതുണ്ടോ, ഈ സൈഡും കൂടി നമുക്ക് ഒരു വൈപ്പും കൂടി എടുക്കാം കേട്ടോ. ഇതിൻ്റെയും ഈ ഒരു വിടവിലൊക്കെ ഉണ്ടാകും അഴുക്കും ഇതൊക്കെ. അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഇതായി കൊടുക്കാം. മൂന്നാമത്തെ വൈപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിവിടെ ലേസ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് വാഷിൽ. അത് നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്തിരി നേരം ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. എന്താ, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നല്ല വെള്ളമാണ് ഞാൻ ഈ ബൗളിലെടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ല വെള്ളത്തിൽ ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനെ ഉണങ്ങാനായിട്ട് വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി ആ ഷൂവിൻ്റെ ലേസ് ഉണങ്ങിയിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൈറ്റ് ഷൂസ് രണ്ട് മെത്തേഡിൽ ക്ലീൻ ചെയ്യുന്നത്. ഒന്ന് ഹാൻഡ് സാനിറ്റൈസറാണ് യൂസ് ചെയ്തത്, ഒന്ന് ബേബി വൈപ്സ് ആണ്. രണ്ട് ഉപയോഗിച്ചാലും നല്ല ഭംഗിയുള്ള വൈറ്റ് ഷൂസ് നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിക്ക് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്, വീഡിയോ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും